ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വെൽക്കം. ടൈം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 ആയപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ ആ വെയിലത്ത് നിന്ന് കുറച്ച് പട്ടിഷോ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അക്കു പുറകെ കിടന്ന് നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണർത്താൻ നിന്നില്ല. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കാണുന്നൊരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. കണ്ടോ, ഭീകര ഉറക്കമാണ്. നമ്മൾ വെറുതെ ഉറങ്ങുന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാതെ ഉറങ്ങുന്നതല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കോപ്രാന്തം കാണിക്കുവാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ സംഭവം എന്താ പരിപാടി എന്ന് അറിയണ്ടേ. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി കുടിച്ച് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഈവനിങ്ങിൽ കോഫി കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാലും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലായിരിക്കും. അങ്ങനെ നമ്മളൊരു കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മുടെ റൂമിൽ തന്നെ ഒരു കോഫി മേക്കറും നമുക്ക് വേണ്ട കോഫി ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയത്തില്ല, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും പറയാൻ പറ്റത്തില്ലല്ലോ, അതാണ് സംഭവം. അങ്ങനെ ഞാൻ വെള്ളം അതിനകത്ത് ഒഴിച്ചു. അങ്ങനെ ആ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ്സിലോട്ട് എടുത്ത് ഒഴിച്ച് പൊടി ഇട്ട് കലക്കി അങ്ങെടുത്തു. കോഫി റെഡി. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആക്ച്വലി വർക്കിംഗ് ആണോ അത് ചുമ്മാ കൊണ്ട് വെച്ചാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ട് വെച്ചത്. പക്ഷേ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നല്ലൊരു കോഫി ഉണ്ടാക്കി ഉറങ്ങുന്ന ആളുകളെ ഉണർത്താതെ തന്നെ നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. നല്ല പനി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കണം. നമുക്ക് അവിടെ നിന്ന് 5 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വന്നായിരുന്നു. നമ്മൾ നേരെ വണ്ടി കയറി ബുക്കിറ്റ് ബിങ്താങ് സ്ട്രീറ്റ് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്, സ്ട്രീറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ സ്ട്രീറ്റ് ഫുഡ്സും സ്ട്രീറ്റിൽ കുറേ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളും അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലെത്തി. ആക്ച്വലി നമ്മൾ ചെന്നത് ഈവനിങ് ടൈമിലാണ്. ഈവനിങ് ടൈമിൽ അത്ര പൊളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സജഷനിൽ ഇനി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നൈറ്റ് പോകുക. കാരണം നൈറ്റാണ് ഇത് കുറച്ചും കൂടി അടിപൊളി. നമ്മൾ പോയ ടൈം ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ചെന്നത്. നമ്മുടെ അടുത്ത് നേരെ 8 മണിക്ക് തിരിച്ചു വരണമെന്ന് പറയുകയും ചെയ്ത്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളെ കൊണ്ടുപോയ കാറ് നമുക്കൊരു 8 മണി കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം ഞങ്ങൾ ചെന്ന ടൈമിൽ മലേഷ്യയിൽ 9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ താമസിച്ചിരിക്കുന്ന സ്ട്രീറ്റും ആ ഒരു കംപ്ലീറ്റ് പരിസരവും ഒരു 9:30 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അടയ്ക്കുമായിരുന്നു കേട്ടോ. ഒരു ഷോപ്പും പിന്നെ കാണത്തില്ല. അപ്പം എന്താണ് അതിൻ്റെ പുറകിലുള്ള സത്യം എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അതായിരുന്നു അവസ്ഥ. ഞാൻ ആദ്യം ചെന്ന ഉടനെ ഞാനൊരു പേരയ്ക്ക വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓർക്കും മലേഷ്യ എന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന സാധനം കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. യെസ്, ഞാൻ കുറച്ച് ഡിഫറൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ പേരയ്ക്ക വാങ്ങി. പേരയ്ക്ക നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണല്ലോ, അതുകൊണ്ട് തന്നെ പേരയ്ക്ക വാങ്ങി ഉപ്പും മുളകൊക്കെ ഇട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പും മുളകൊന്നും അല്ല കേട്ടോ, അവിടുത്തെ മുളക് ഇങ്ങനെയാണോ അതതിന് മുളകാണോ എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പേരയ്ക്ക നമ്മുടെ നാട്ടിലെ പേരയ്ക്കയുടെ ടേസ്റ്റ് അല്ല, എന്തോ രുചിയില്ലാത്തൊരു സാധനം നമ്മളിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കത് പറ്റിയ ഭീകര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു പേരയ്ക്കയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്സ് ഉണ്ട്. സ്റ്റീക്സ് ഒക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ കിടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയോ. കാരണം അവർ ഇത്രയും പെട്ടെന്ന് ഒരുപാട് ടൈം എടുക്കുമല്ലോ ഇതിങ്ങനെ ആയി വരാൻ. അപ്പോൾ സ്ട്രീറ്റിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ടൈമിൽ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ എന്നൊന്നും അറിയത്തില്ല. അതിനി ഓൾറെഡി ഒരു പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണോ എന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കൈൻഡ്സ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു, സ്ക്വിഡ്, ഇതെല്ലാം പക്ഷേ ട്രൈ ചെയ്യണമെന്നുള്ളിലുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ സ്മെല്ലൊന്നും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് മാത്രമാണോ അതോ ഇനി ചെല്ലുന്ന എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനു മുമ്പ് മലേഷ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് അതേണക്ക് സ്മെല്ല് ഫീൽ ചെയ്തത് ഓക്കെ ആയിട്ടാണോ, ഫീൽ ഗുഡ് ആയിട്ടാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഈ സാധനം കണ്ടോ, ഈ സാധനമാണ് എൻ്റെ ഒരു ദിവസം കളഞ്ഞത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ സ്ട്രീറ്റിൽ പോയി ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നതാണ്. നല്ല നല്ല അടിപൊളി ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഇവരുടെ ഓരോ സ്പോട്ടിലായിട്ടും ഈ ഒരു ചക്ക എല്ലായിടത്തും ഉണ്ട് ഗൈസ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ ഭയങ്കര വിയേർഡാണ്, നമുക്കൊട്ടും ഓക്കെ ആയിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ തന്നെ ഫസ്റ്റ് ഫുഡാണ് ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ. ഒരു ട്രഡീഷണൽ ഫ്രൂട്ടാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രീറ്റിലെ എല്ലാ സൈഡിലും ഈ സാധനം ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു പണിയാണ് നമുക്ക് തന്നത്. കാരണം വിശന്ന് വലഞ്ഞ് പണ്ടാറടങ്ങി സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയായിരുന്നത്. സ്മെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ അങ്ങോട്ട് ഇവരുടെ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെ, ഇവിടെ സ്ട്രീറ്റിലെ ഫുഡ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ഒന്നും അല്ല അവരുടെ റെസ്റ്റോറൻറ്റ്സ് മാത്രം, ആ ഒരു ഏരിയ അങ്ങനെ മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി കയറാം, അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു നോക്കാമെന്ന് ഓർത്തപ്പോൾ അവിടെ ആണെങ്കിൽ സോസിൻ്റെ സ്മെല്ല് എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പം എനിക്കത് പറ്റുന്നില്ല. അതായത് ഈ ചക്കയുടെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണോ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സെറ്റപ്പായി പോയി. പിന്നെ എന്ത് ചെയ്യാനാ, ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ട് ഞാനങ്ങ് നടന്നു. എല്ലാ സാധനങ്ങളും മാറി ഒഴിച്ച് കഴിക്കണമെന്നൊരു പ്രതീക്ഷ ചെന്ന ഞാൻ ഇത്രയും സാധനം കണ്ടിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ഭയങ്കര സങ്കടമായിരുന്നു ഗ്യാസ്. ഞാനിപ്പോൾ എനിക്കിത് കണ്ടിട്ട് എനിക്കിപ്പോൾ ഭയങ്കര വിഷമം വരുന്നു. ആ ടൈമിൽ എനിക്കൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ചിലപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇത് കൊണ്ടായിരിക്കാം, ബാക്കിയുള്ളവർക്കത് ഓക്കെ ആയിട്ട് പോകുമായിരിക്കും. ഒരുപാട് ഫ്രൂട്ട്സ് ഇവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി റംബൂട്ടാൻ, മാംഗോസ്റ്റി, ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ സീസണൽ ഫ്രൂട്ട്സൊക്കെ അവിടെ എപ്പോഴും കാണുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യും നമ്മൾ ഓർത്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് കഴിക്കണമല്ലോ, കാരണം നമ്മുടെ ഡിന്നർ ഇന്ന് അവിടെയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഓരോ സ്ഥലം വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഈ ഒരു സൈഡ് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷനിലേക്ക് ചെന്നപ്പോൾ കുറേ സ്ക്വിഡ് ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കഴിച്ചു നോക്കണം, ഞാൻ ഇതെന്തായാലും കഴിക്കും, എനിക്കത് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാതിക്കെ പോയി നിന്ന്. അപ്പം ഇത്രയും നേരം ഞാൻ ബാക്കിയുള്ള ഫുഡ്സ് മടുപ്പിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ബാക്കി കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആ സാധനം എവിടുന്നോ ഒരു ടൈം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കല്ല, അക്ക് കഴിച്ച ടൈമിൽ എന്തോ ഒരു ഇഷ്യൂസ് വന്നതുകൊണ്ട് എന്നെ കൊണ്ട് അത് കഴിപ്പിച്ചില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്കും വിശക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ. കാരണം നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ അവിടെ പരിസരമൊക്കെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു ഷവർമ്മ കട കണ്ടെത്തി ഗൈസ്. സംഭവം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ വഴി പാസ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രസൻറ്റേഷൻ കണ്ടപ്പോഴത്തേക്ക് അത് കൊള്ളാമല്ലോ എന്ന സെറ്റപ്പിലാണ് നമ്മൾ കയറിയത്. അവിടുത്തെ ആ ഒരു ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല അവരൊരു പ്രസൻറ്റേഷൻ, അവർ ആ ഒരു സാധനം ആദ്യം ഒരാൾ കഴിക്കുന്ന എന്തോ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് കണ്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടത്തേക്ക് കയറുന്നത്. അങ്ങനെ നമ്മളൊരു പ്ലേറ്റ് ഷവർമ്മ ഓർഡർ ചെയ്ത് നമ്മളവിടെ നിന്ന് ഷവർമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ അത് ഒരുപാട് വെറൈറ്റി കൈൻഡ്സ് ഓഫ് ഷവർമ്മ അവിടെ ഉണ്ട്. പക്ഷെ അതാണ് നമ്മൾ പ്ലേറ്റ് ഷവർമ്മയാണ് അവിടെ ഓർഡർ ചെയ്തത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ, ടേസ്റ്റ് വൈസ് വ്യത്യാസം കാണുമായിരിക്കും, കാരണം നമ്മുടെ ഇവിടുത്തെ കണക്കത്തെ മസാലയൊന്നും അല്ല. അങ്ങനെ സംഭവം വന്നു. പക്ഷെ സത്യം പറയാലോ, എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഈ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റ് അല്ല, മസാല ഡിഫറെൻ്റ് ആണ്. നല്ല ജ്യൂസി ആയിരുന്നു, ഭയങ്കര സ്ലൈസ് ആയിട്ടാണ് അവർ ആ ചിക്കൻ അവർ കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതും ആ സാലഡും അവരുടെ ഡിപ്പും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പം ഭയങ്കര പൊളിയായിരുന്നു. ശരിക്കും ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്കിത് മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒന്നും എനിക്ക് അത്രയും നമുക്ക് ടേസ്റ്റ് വൈസ് കഴിക്കാൻ പറ്റത്തില്ല. ഈവൻ ഞാൻ അവിടുന്ന് KFC കഴിച്ചിട്ട് പോലും അവിടുത്തെ മസാല ഡിഫറെൻ്റ് ആണ്. KFCയുടെ മസാല പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അക്കു പിന്നെയും പുറത്തുനിന്ന് ഫുഡ്സൊക്കെ വലിയ കുഴപ്പമില്ലാതെ അക്കു കഴിക്കുമായിരുന്നു. പക്ഷെ എനിക്കതൊട്ടും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് അവിടെ ചെന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനാണ് കൂടുതലും അത് കഴിച്ചത്. നമ്മളവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല ലൈറ്റൊക്കെ ആയി, കുറച്ചുകൂടെ നൈറ്റായി. അപ്പം നല്ല വ്യൂ ആയിരുന്നു അവിടെ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാംഗോ ജ്യൂസ് എവിടെയോ കണ്ട് ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു പോയി കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ ചെന്ന് നമ്മളിങ്ങനെ ജ്യൂസ് വാങ്ങി. പ്രതീക്ഷ ഹൈപ്പാണല്ലോ, നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസിലൊക്കെ കാണും. പക്ഷേ വീഡിയോസിൽ കാണുന്ന കള്ളത്തരമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വേറൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്, പലർക്കും പലതായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പലർക്കും പല രീതിയാണ്. അങ്ങനെ ഞാനത് വാങ്ങി ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര പൊളിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല.
എനിവേസ് അത് കുടിച്ചിട്ടുള്ളവരും കണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗിൽ ബാക്കിയുള്ള വിശേഷങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. മലേഷ്യയിലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തിലെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ നെക്സ്റ്റ് വ്ളോഗിൽ കൂടി നമ്മൾ കാണിക്കുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.